ഗണപതി കോപിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചുരുക്കമാണ്. ഈ ഗണപതി കോപത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്? ഒന്ന്, എല്ലാ ദിവസവും നിങ്ങൾ ഗണപതി കോപമുണ്ടെന്ന് ബോധ്യമായാൽ, അതായത് 1008 ഉരു ഓം മഹാഗണപതയേ നമ എന്ന് ജപിക്കുക എന്ന് മാത്രവുമല്ല, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഗണപതി ഭഗവാൻ തുമ്പിക്കൈ ഉയർത്തി ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും, ഒന്നുകിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി, നിങ്ങൾ ഗണപതി ഭഗവാന് കറുകമാല കൊടുക്കേണ്ടതാണ്. കറുകമാല കൊടുത്ത് ഗണപതിയെ പ്രസാദിപ്പിക്കണം. ഉണ്ണിയപ്പം വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് ഉണ്ണിയപ്പം വഴിപാടോ. ചിലയിടത്ത് മോദകമായിരിക്കും, മോദകം വഴിപാടൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതേ കണക്ക് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ മോദകം, അങ്ങനെയുള്ള ഗണപതിക്ക് ഇഷ്ടമുള്ള ഉണ്ണിയപ്പമൊക്കെ വാർത്ത് കൊണ്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പൂജാമുറിയിൽ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. പൂജാമുറിയിൽ ഗണപതിയുടെയും പാർവതി ദേവിയുടെയും ഒരു ചിത്രം ഗണപതി കോപമുള്ളവർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. കാരണം പാർവതി ദേവിയുടെ പ്രിയപുത്രനാണ് ഗണപതി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഗൗരി വിനായക ഗായത്രികളാൽ ഇവരെ രണ്ടുപേരെയും നിങ്ങൾ പൂജിക്കണം. ഏതാണ് ഗണപതിയുടെ ഗായത്രി? വിനായകൻ ഓം തൽപുരുഷായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഏതാണ് ഗൗരി ഗായത്രി? ഓം സുഭഗായ വിദ്മഹേ കാമമാലിന്യൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത്. ഇത് നിത്യവും ചെയ്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഗണപതിയുടെ മുന്നിൽ ഏത്തവും ഇടുക. നിശ്ചയമായും നിങ്ങൾക്ക് ഗണപതിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അനുഗ്രഹിച്ചാൽ പിന്നെ ഒന്നൊന്നര അനുഗ്രഹമായിരിക്കും അത്.